വൺ TV ന്യൂസ് വോട്ടെത്തു മുമ്പേ ഇന്നെത്തി നിൽക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിലാണ്. ഇവിടെ ഒരുപാട് വികസനങ്ങൾ ഇനിയും കടന്നു വരാനുണ്ട്. പക്ഷേ ഒട്ടുമിക്ക വികസനങ്ങളും കടന്നു വന്നിട്ടുമുണ്ട്. എങ്കിലും ഒരുപാട് അപാകതകളുണ്ട്. എവിടെയാണ് നമുക്ക് തീർക്കേണ്ടത്, എവിടെയാണ് നമുക്ക് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ഇന്ന് ചോദിക്കാം നമ്മളുടെ പ്രിയപ്പെട്ടവരോട്. വിജയപ്രതീക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയം തന്നെ ഇല്ലാത്തതാണ്. ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് ചിന്ത തന്നെയുള്ളൂ. നാടിൻ്റെ വികസനം അത് ജനപ്രതിനിധികളോടെയാണ് കാലങ്ങളായി വരുന്നത്. ഭാവി പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള കാൻഡിഡേറ്റാണ് ഇവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ നാട്ടുകാർക്ക് മൊത്തത്തിലുള്ളത്, ഞങ്ങൾക്ക് മാത്രമല്ല മൊത്തത്തിലുള്ളത്. രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടുകാരനല്ല, കേരളക്കാരനല്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. ആ പറയുന്നത് ഒരു പ്രചരണം മാത്രമായി തള്ളിക്കളയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിലേക്കാണ് മത്സരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തുള്ള ഏതൊരാൾക്കും എവിടെ നിന്നും മത്സരിക്കാവുന്നത്. രാഹുൽ ഗാന്ധി വരിക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാണ്. ആ നിലയ്ക്ക് ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാത്തതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു സംശയമില്ലാത്ത വസ്തുതയാണത്. നാട്ടിലെ മുഴുവൻ ആളുകളും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി, ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തുണ്ടാകണമെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് മണ്ഡലം ഒന്നടക്കം പറയുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസിൻ്റെ വളർച്ച എങ്ങോട്ടായിരുന്നു എന്നുള്ളത് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഷാനവാസ് MP ആദ്യം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത്. അതിൽ നിന്ന് എത്രയോ മടങ്ങാണ് രണ്ടാമത്തെ വിജയത്തിൽ അവർക്ക് കുറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമേഠിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ഇവിടെ ഈ വയനാട്ടിൽ ചർച്ചയാവുന്നു. അത് എത്തരത്തിലാണ് അതിൻ്റെ പരിണിതഫലം എന്നുള്ളത് നമുക്ക് വോട്ടെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു രാഹുൽ എഫക്റ്റ് കേരളത്തിൽ ആകമാനം വീശിയടിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച്? സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആവേശമുണ്ടാകാം. അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് ആവേശം, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ല. എതിരാളി എത്ര ശക്തനാകുന്നോ അതനുസരിച്ചിട്ടാണ് മറ്റുള്ള ആളുകളുടെയും നീക്കങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യുവജനങ്ങളെ ഒന്നാകെ കയ്യിലെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നു. എത്രത്തോളം യുവജനങ്ങളെ രാഹുൽ ഗാന്ധിക്ക് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? യുവാക്കളെന്ന് പറയുമ്പോൾ ഒരു 40 വയസ്സ് വരെയല്ലേ നമ്മൾ യുവാക്കളെന്ന് പറയുക. അതിനുശേഷം അവരെ എന്താ പറയുക, മധ്യവയസ്കർ അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് ഉള്ള ആളുകൾ എന്നാണ്. ക്ലീൻ ഷേവ് ചെയ്താൽ മാത്രം യുവാവാകുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല, നമ്മുടെ ജനങ്ങളെ, യുവാക്കളെ ഒന്നടക്കം, അതായത് കന്നിവോട്ട് ചെയ്യുന്ന ആളുകളെ അടക്കമാണ് ഞാൻ പറഞ്ഞത്. പല സ്ഥലങ്ങളിൽ ചോദിക്കുമ്പോൾ കന്നിവോട്ട് ചെയ്യുന്ന ആളുകൾ വരെ രാഹുൽ ഇഫക്റ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ പോത്തുകൽ പഞ്ചായത്തിലേക്ക് എത്രത്തോളമുണ്ട് ആ ഒരു യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രവർത്തനം? യുവാക്കളുടെ ചിന്താഗതി, കാലാനുസൃതമായിട്ടുള്ള ചിന്താഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം IT മേഖലയും എല്ലാ മേഖലയും യുവാക്കൾ മോദിയോടാണ് താരതമ്യം പ്രാപിച്ചിട്ടുള്ളത്. മോദിയാണ് അവരുടെ റോൾ മോഡൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോദിക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സ്വീകാര്യത, മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അതൊക്കെ യുവാക്കളിലൂടെയാണ് എന്നുള്ളത് നമ്മുടെ മോദിയുടെ യാത്രയും മോദിയുടെ പരിപാടികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാഷെ, ഒരു ചോദ്യം മാഷിനോട്. ഇപ്പോൾ ഇവിടെ സുധീഷ് പറഞ്ഞു മോദിജി ആണ് യുവാക്കളുടെ ഒരു ഹരമായി മാറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ആണ് ഹരമെന്ന് മറ്റു ചില കൂട്ടർ പറയുന്നു. എന്താണ് മാഷിന് പറയാനുള്ളത്? പ്രചരണത്തിൻ്റെ കാലഘട്ടം, അതെ, നന്നായിട്ട് പരസ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ എന്നും അതിനോട് ആകർഷകരാകുന്ന ഒരു ചരിത്രം നമുക്ക്. മോദിയുടെ ആദ്യത്തെ വരവ് 5 വർഷങ്ങൾക്ക് മുമ്പ് മോദിക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് ഇടയിൽ പ്രചരിപ്പിക്കുവാൻ കഴിയും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വസ്തുതയെന്നും യാഥാർത്ഥ്യമായിട്ട് തന്നെ 100 മാറ്റ് തെളിച്ചത്തോടുകൂടി വന്നു. ഇന്നത്തെ മാധ്യമങ്ങളിലടക്കം വരുന്നത് മോദി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാവൽക്കാരൻ കൊള്ളക്കാരനാണെന്നുള്ള വസ്തുത യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നലകളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന യുവാക്കൾക്കൊക്കെ എന്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഇന്ന കാലത്ത് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ഇന്നതൊക്കെയായിരുന്നു, അതിന് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആകെ 4 ഭാഗത്തു നിന്നും കേൾക്കുന്ന ഒരു പേര്, മോദിജിയെ പറ്റിയും ആ പ്രസ്ഥാനത്തെ പറ്റിയും കേൾക്കുന്ന ഒരു പേർ ചോർ 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 എന്നാണ്. ഇവിടെ എന്ത് പ്രതീക്ഷയായി ഇനിയുള്ളത്? ജനങ്ങൾക്ക് ആകെ ഒരു പ്രതീക്ഷയുള്ളൂ. നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ
വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ വശങ്ങളും അനുഭവിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ച കോൺഗ്രസ് തിരിച്ചു വരികയും ഇനി ഒരു തിരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ മതേതരത്തിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടാകണമെന്നുള്ള വളരെ കടുത്ത ചിന്തയിലാണ്. പ്രതീക്ഷ മുഴുവൻ മോദിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ യുവജനങ്ങൾക്ക് ഈ നാട്ടിൽ എന്തെല്ലാം മേന്മകളാണ് ഉണ്ടാവുക? അദ്ദേഹം പ്രകടന പത്രികയിൽ തന്നെ അത് അക്കമിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വളരെ സുതാര്യമായിട്ട് ഇന്ന് നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി യുവാക്കൾക്ക് നാടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അതുപോലെയുള്ള കക്ഷികളും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കക്ഷികളുമൊക്കെ നാളിതുവരെ ഉയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് കടന്നു വന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അങ്ങും ചൂടേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിലെ ഒരു വിജയപ്രതീക്ഷ? വയനാട് മണ്ഡലത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറയാം, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം വയനാട് പാർലമെൻറ്റ് മണ്ഡലം ഉണ്ടായതിന് ശേഷം 2 തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥി ശ്രീ M.A. ഷാനവാസ് ജയിച്ചിട്ടുണ്ട്. ആദ്യ ടൈമിൽ 1,53,000 വോട്ടിന് ജയിച്ച M.A. ഷാനവാസ് 2014 തെരഞ്ഞെടുപ്പിൽ കേവലം 20,800 സംതിങ് വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ദേശീയ അധ്യക്ഷൻ നമ്മുടെ നാട്ടിലേക്ക് മത്സരിക്കാനെത്തുന്നു. ഈ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയുടെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്കൊരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയല്ല, പേടി രാഹുൽ ഗാന്ധിക്കാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കാണ്. കാരണം അമേഠിയിൽ ആദ്യം മത്സരിക്കുമ്പോൾ 3 ലക്ഷത്തി ചില്ലുവാനം വോട്ടിന് ജയിച്ച രാഹുൽ ഗാന്ധി 2ാം ടൈമിന് അത് വന്നപ്പോഴത്തേക്ക് പിന്നെ 2 ലക്ഷത്തി ചില്ലുവാനം വോട്ട് ഭൂരിപക്ഷമായി. 3ാം പ്രാവശ്യം വന്നപ്പോൾ ഈ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് 1,09,000 വോട്ടേ ഭൂരിപക്ഷമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് KPCC AICCകളും പിന്നെ ഉറച്ച ഒരു മണ്ഡലം തെരഞ്ഞു പിടിച്ച് വയനാട് മണ്ഡലം എന്നുള്ള കാഴ്ചപ്പാടിലെത്തിയത്. അത് പേടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം രാഹുൽ ഗാന്ധി ഒരു ഭീഷണിയല്ല. പല കാര്യങ്ങളും പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉള്ള ആളല്ല, കേരളത്തിനെക്കുറിച്ച് എന്തറിയാം എന്നല്ല പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഒരു പേടിയിൽ നിന്നുണ്ടാവുന്നതല്ലേ? ഞങ്ങൾക്ക് പേടിയില്ല, പേടിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ, ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, അല്ലെങ്കിൽ UDFകാർ പറയുന്നു. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്നുള്ള വസ്തുത മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക്. ഇവിടെ നമുക്കറിയാം, പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ 273 MP വേണം. 543 പാർലമെൻറ്റിൽ 273 അംഗം വേണം. അവിടെ കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ രാഹുൽ ഗാന്ധി ഉണ്ടോ? അത്രയും സീറ്റ് ഇവിടെ നിരത്താൻ രാഹുൽ ഗാന്ധിക്കുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് കക്ഷികൾ ആരൊക്കെ? ഇവരൊക്കെ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? അതിനെക്കുറിച്ച് ആദ്യമേ ജനങ്ങൾക്കൊരു വ്യക്തത കൊടുക്കണ്ടേ? അതില്ലല്ലോ. എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് പ്രധാനമന്ത്രിയാകാൻ കഴിയുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ് പറയുന്നത്. ഇല്ല, പ്രതിപക്ഷം ഒരിക്കലും അങ്ങനെ പറയേണ്ട ഗതികേടില്ലല്ലോ. എന്നും പ്രതിപക്ഷം പിന്നെ പറയാം, പ്രതിപക്ഷത്തിന് പറയാം, നടക്കാത്ത കാര്യങ്ങൾ ആർക്കും പറയാമല്ലോ. ഇവിടെ പ്രതിപക്ഷം ഒന്ന് ഉദ്ദേശിക്കുന്ന ആരെയാ? നിങ്ങൾ പ്രതിപക്ഷം ഒന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ വയനാട് മണ്ഡലത്തിനെ കുറിച്ചാണ്. വയനാട് മണ്ഡലത്തിലെ പ്രതിപക്ഷം ഒരിക്കലും അങ്ങനെ പോകുന്നവരല്ല. അവരുടേതായ വർക്ക് ചെയ്യും, കൃത്യമായി വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജനഹൃദയങ്ങളിൽ ഇന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് മുൻതൂക്കം. ഓക്കെ, ഒരു രാഹുൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ എത്രത്തോളമാണ് LDFന്റെ മുൻതൂക്കം നമ്മുടെ വയനാട് മണ്ഡലത്തിൽ? വയനാട് മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ വയനാട് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലം ഉള്ളത്. 4 LDFന്റെ കൂടെയാണ്, 3 UDFന്റെ കൂടെ ഉള്ളൂ. ആ സാഹചര്യമല്ല 2019 തെരഞ്ഞെടുപ്പിലുള്ളത്.
എന്താണ് വയനാട് മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ? വയനാട് മണ്ഡലത്തിൽ നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത്, കാരണം നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ വന്നു, ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടെ ജനിച്ച ഒരാൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ മുമ്പ് മഞ്ചേരി മണ്ഡലം എന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം, മറന്നുപോയിട്ടുണ്ടാവില്ല. ആ മണ്ഡലത്തിൽ ഇതിനു മുമ്പ് ഒരു ഉത്തർപ്രദേശുകാരൻ മത്സരിച്ചിരുന്നു, അതും ആരും മറന്നിട്ടുണ്ടാവില്ല, GM ബനാത്വാല സാഹിബ്. അന്നൊന്നുമില്ലാത്ത ഒരു ചോദ്യം, ഒരു പേടിയും ഇപ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തിനും മറ്റു പാർട്ടികൾക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇടതുപക്ഷത്തിന് പേടിയുണ്ട് എന്നാണോ പറയുന്നത്? എന്ത് സംശയം എന്താ? അവർക്ക് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ നേതാക്കന്മാരുടെ, അവിടെ ദേശീയ നേതാക്കന്മാരടക്കം രാഹുൽ ഗാന്ധിയെ എടുത്തു പോയി അവിടുന്ന് സംസാരിച്ച് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടന്നതല്ലേ. നമ്മളൊക്കെ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള കേന്ദ്രങ്ങളിലൊക്കെ നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞതല്ലേ. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യയെ ഒന്നായി കാണുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതല്ലാതെ അദ്ദേഹം അമേഠിയിൽ തോൽക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടൊന്നുമല്ല. അങ്ങനെ പേടിച്ചു പോകുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധി. പിന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ രാഹുൽ കുടുംബത്തിന്, ഒരു ഗാന്ധി കുടുംബത്തിന് വോട്ട് ചെയ്യാൻ ഒരവസരം കേരളത്തിന് ലഭിക്കുമെന്നുള്ളത് കേരള ജനത സ്വപ്നം കാണാത്ത ഒന്നാണ്. അതാണ് ഇന്ന് ഈ വയനാട് നിവാസികൾക്ക് സംജാതമായി വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആളുകളാണ് ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ വരെ ഇന്ന് വയനാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ. ഇതിന് മുമ്പും ആളുകൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകളില്ലാതിരുന്നത്? അപ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ആ സ്ഥാനാർത്ഥി ആരാണെന്നതിനെക്കുറിച്ചും ഈ ഒരു ചർച്ചയും ഇപ്പോൾ നിങ്ങളൊക്കെ, ഈ മീഡിയ അടക്കം നിങ്ങളിവിടെ വരുന്നുണ്ടല്ലോ, ഇതൊന്നും ഇതിൻ്റെ മുമ്പ് ഇല്ലാത്ത സംവിധാനങ്ങളാണല്ലോ. മുഴുവൻ മീഡിയകളും ഇന്ന് വയനാടിനെ ചുറ്റിപ്പറ്റിയാണ്. വേറൊരു മണ്ഡലത്തിലും ഇത്തരത്തിൽ മീഡിയ കേന്ദ്രീകരിക്കുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. വയനാടിലെ എഫക്റ്റ് എന്താണെന്നുള്ളതും സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ലക്ഷം വോട്ടിൽ കവിയാത്ത ഭൂരിപക്ഷം വയനാട് മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഈ പറയുന്ന CPM ആളുകൾ അടക്കമുള്ള ആളുകൾ തയ്യാറായി നിൽക്കുന്ന ഒരു സവിശേഷതയാണ്. ഞങ്ങൾ കുടുംബയോഗങ്ങളിലും വീടുകളിൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് മെയ് മാസം 23-ാം തീയതി വോട്ട് നിന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. CPM 3ാം സ്ഥാനത്തേക്ക് പോകരുത് എന്നുള്ള ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശിക്കാനുള്ളത്. കാരണം അത് പോയാൽ അത് നമുക്ക് അപകടം വരുന്ന ഒന്നാണ്. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. അത് ഉണ്ടാവാതിരിക്കട്ടെ. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിൽ രാഹുൽ ഇഫക്റ്റ് ഇല്ലാതായി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അന്നുണ്ടായിരുന്ന ഒരു ആൾക്കൂട്ടം പിന്നീട് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഫീൽഡിലല്ലേ ഞങ്ങളുടെ വർക്കന്മാരുള്ളത്. ഇതിന് അന്ന് ശേഷം നമ്മുടെ ഒരു യോഗങ്ങളോ കാര്യങ്ങളോ നടന്നില്ലല്ലോ. നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ഞങ്ങളുടെ പങ്കാളിത്തം, UDFൻ്റെ പങ്കാളിത്തം കൃത്യമായിട്ടുണ്ടാവും. ആ ജനക്കൂട്ടം എവിടെയാണ് എന്നുള്ളത് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. ഈ ആളുകൾ മാറി മാറി ചിന്തിക്കുന്ന കൂട്ടരാണ് ഇന്ത്യ രാജ്യത്ത്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, മഞ്ചേരി പാർലമെൻറ്റൊക്കെ ഞങ്ങളെയൊക്കെ കോട്ടയാണ്, പിന്നെ എന്താ പറയുക, സ്വത്താണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നല്ലോ. തിരിച്ചു പിടിച്ചല്ലത്. മഞ്ചേരി തിരിച്ചു പിടിച്ചിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. എന്താ തർക്കം? ആർക്കാ തർക്കമുള്ളത്? അതേപോലെ തന്നെ വയനാട് മണ്ഡലം ആരുടെ കുത്തകയുമല്ല. വയനാട് മണ്ഡലം ഞങ്ങൾക്കറിയാം. വയനാട് മണ്ഡലം ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് കുറെ വികസനങ്ങളുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. അതൊരു MP എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ അതിന് അവിടെ ആരായിരുന്നാലും ശരി, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ദേശീയ തലത്തിൽ ഇത് വരുന്നതെങ്കിൽ ആ ഗവൺമെന്റ് യോജിച്ചു നിന്നുകൊണ്ട് തന്നെ, ആ ഗവൺമെന്റുമായിട്ട് ഫൈറ്റ് അല്ല, യോജിച്ചു നിന്നുകൊണ്ട് ഒരു MP എന്നുള്ള നിലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം പിടിച്ചു വാങ്ങി ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പാർലമെന്റിൽ വളരെ ഗൗരവമായിട്ട് ഒരു പാർലമെന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയും. അതേപോലെ തന്നെ ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഒരു ചെറുപ്പക്കാരനുമായി ഇപ്പുറത്ത് നിൽക്കുന്നത്. മൂപ്പര് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ മാറ്റം. വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം കുറിക്കും. യാതൊരു സംശയവും വേണ്ട.
സ്മൃതി ഇറാനിയെ പേടിച്ചിട്ട് തന്നെ അതിന്റെ നാക്കിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. തന്നെയുമല്ല, ഉപ്പ് വെച്ച കലം പോലെ ആയ UDF കേരളത്തിൽ ഇതിനൊന്ന് ബലം പകരാൻ, ഒരാത്മവീര്യം കൊടുക്കാൻ രാഹുൽ ജി എന്നും പറഞ്ഞ് ഇവിടുത്തെ ഉമ്മൻചാണ്ടി സെക്രട്ടറി KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയെ അടക്കം ഡൽഹി പോയി റൂം എടുത്തിരുന്ന് തപസ്സിരുന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അവർക്കറിയാം. അതുകൊണ്ട് ലീഗുകാർ ഒന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു വസ്തുതയാണ്. അതും പോയി അവസാനം പറഞ്ഞു BJPക്കാർ അതും അവിടെ വോട്ടാക്കുക. പാകിസ്ഥാന്റെ കൊടിയും പാകിസ്ഥാന്റെ മുദ്രയും ലീഗ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നു പറഞ്ഞ് അവിടെ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ രാഹുലും മെല്ലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാതെ ഉബൈദിന്റെ പാർട്ടിയുടെ കൊടി ആ മുമ്പിൽ വലിയാതെ വീശല്ലേ, കുറേച്ച വീശെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ? തിരക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പിന്നെന്തിനും ഞങ്ങളെ തോൽപ്പിക്കുന്നു? ഇവിടെ ഞങ്ങളെ തോൽപ്പിക്കുന്നതിന്റെ ശുദ്ധഗതി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതാ പറഞ്ഞ ഇരട്ടത്താപ്പ് നയം. നിങ്ങൾ സ്മൃതി ഇറാനിയെ പേടിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. വയനാട് പ്രകൃതിധരണീയമായ സ്ഥലം വയനാട്, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പോകുന്നത്. ഒരിക്കലുമല്ല. എവിടെ ചെന്നാലും ഭീഷണി. ആ ഭീഷണി നേരിടാൻ ഇവിടെ പറ്റും, നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ജയിക്കാമെന്നൊക്കെ ഓഫർ കൊടുത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ഒരു രീതിയിലും ആക്ഷേപിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ ആരും ആക്ഷേപിച്ചിട്ടുമില്ല, ഒട്ടും ആക്ഷേപിക്കുമല്ല. നാളെ ഇവിടെ നരേന്ദ്രമോദിയും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഭൂരിപക്ഷത്തിന്റെ വിഷയം വന്നാൽ ഒരു മതേതര പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കും. അതിന് ആർക്കവിടെ അറിയാത്തത്? അല്ല, ഞങ്ങളെന്തോന്നാ BJP ആണോ പിന്തുണയ്ക്കുന്നത്? BJP എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ഞങ്ങളെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശത്രു, അല്ലാത്ത ശത്രുവല്ല, രാഷ്ട്രീയ ശത്രുവാ. അത് കോൺഗ്രസ്സുകാർ പറയുന്നു. പക്ഷെ അതില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇവിടെ BDS ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതും ഒരു കാര്യം നിങ്ങൾ പരിശോധിച്ചോ, കോൺഗ്രസിന്റെ കുറെ വോട്ട് ചോരും. അതിനൊരു തർക്കവുമില്ല. അത് തുഷാർ കുറച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. CPM-ന്റെ പിടിക്കൂല, അത് കോൺഗ്രസ് അതാ ഉറക്കി. CPM-ന്റെ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് വാദം പറയുന്നില്ലല്ലോ. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. അതെ, അതൊക്കെ നിങ്ങൾ ചോദിച്ചോളി. ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ 100% ആത്മവിശ്വാസത്തോട് കൂടി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഇടതുപക്ഷം ജയിക്കണം. അത് നാടിന്റെ ആവശ്യമാണ്. സാധാരണക്കാരന് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾ കൃത്യമായി ഇതാ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ വികസനം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 വർഷത്തെ വികസനങ്ങൾ കാണിച്ച് വീട്ടിൽ കയറി പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കുള്ള എല്ലാം ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ മുഴുവൻ ഈസ്റ്ററും വിഷുവിനും ഒക്കെ മുമ്പ് സകല കുടിശ്ശികളും സാധാരണക്കാരന്റെ കയ്യിൽ എത്തിച്ച് ജനങ്ങൾക്ക് ഇന്ന് പട്ടിണിയില്ല, ആശുപത്രിയിൽ മരുന്നില്ലാത്ത പ്രശ്നമില്ല, ഡോക്ടറില്ലാത്ത പ്രശ്നമില്ല, വിദ്യാഭ്യാസ മേഖല, ഏത് മേഖല പരിശോധിച്ചാലും ഞങ്ങൾ ചെയ്ത നേട്ടങ്ങളുടെ പട്ടികയുമായിട്ട് ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയം ഞങ്ങൾ കൊന്നതിന്റെ കണക്ക് ഇങ്ങോട്ട് കയറിയാൽ ചിലപ്പോൾ അങ്ങോട്ടും ഉണ്ടാവുമല്ലോ. അത് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന. ഞാൻ ചോദിക്കട്ടെ, ഉബൈദിന്റെ പാർട്ടിയായാലും എന്റെ പാർട്ടിയായാലും പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടിയായാലും സുഹൃത്തിൻ്റെ പാർട്ടിയായാലും പാർട്ടി ഒരിക്കലും പോയി ഒരുത്തനെ കൊല്ലാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമുക്കൊക്കെ അറിയാം, ഏത് സാഹചര്യത്തിലും നമ്മളുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു അണി അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിയിൽപ്പെട്ട ഒരാള് അയാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊക്കെ അരക്കൈ സഹായിക്കാറുണ്ട്. പക്ഷെ അതിനുശേഷം വ്യക്തമായിട്ട് ഒരു പാർട്ടിക്ക് അന്തമായിട്ടൊന്നും കഴിയില്ല. അപ്പൊ അതിലൊന്നും വലിയ കഥയില്ല. ഈ കൊലപാതകത്തിന്റെ കാലമൊക്കെ പോയി അത് ഒരു പാർട്ടിക്കും ഭൂഷണമല്ല, ഒരു പാർട്ടിക്കും ഭൂഷണമാണെന്ന് ഞാൻ എനിക്കതിൽ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. എന്തായിരുന്നാലും ഇത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീകളുടെ പിന്നെ വളരെയേറെ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ 100% ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ മതേതര പാർട്ടിയുടെ സ്ഥാനാർത്ഥി PP സുനിലിന്റെ വിജയം സുനിശ്ചിതമാണ്. നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട വികസന കാര്യങ്ങൾ എന്ന് പറയുന്നാൽ എല്ലാവർക്കും, ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും ഇന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മേപ്പാടിയും നെഞ്ചങ്കോടുമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു വികസനം ഈ നാട് പ്രതീക്ഷിക്കുന്നതല്ല. ഏറ്റവും ചെറിയൊരു വികസനമായിട്ട് ഇന്ന് കാണുന്നത് അത് തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയോട് വരവോടുകൂടെ ഈ നാടിന് സമ്മാനിക്കും. ഈ നാടിന്റെ ആവേശവും അതാണ്, അതിലൊരു തർക്കവുമില്ല. കൃത്യമായിട്ട് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അത് പ്രയാസം കൂടാതെ നമ്മുടെ നാടിന് ലഭിക്കുകയും ചെയ്യും. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്ന അതെന്താണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. വികസന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രാഷ്ട്രീയമാണ്.
പേപ്പറുകൾ കുറെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ പേപ്പറുണ്ട്. കരുണന്റെ കയ്യിൽ പേപ്പർ ഇല്ലാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. കയ്യിൽ പേപ്പറുകൾ ഇല്ലാത്തതിന് ഞാൻ അതെ, അതാണ് ശരി. അപ്പോ എനിക്കത് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഞാൻ അടക്കമുള്ള ആളുകൾ ഇന്ന് വളരെ വലിയ സന്തോഷം. മുത്തശ്ശിയുടെ അച്ഛൻ തുടങ്ങി വെച്ച ഈ നാടിന്റെ വലിയ സ്വപ്നമായ മേപ്പാടി ചൂരൽമല റോഡ് ഈ നാട്ടുകാരുടെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ ആവശ്യകതയാണ്. ഈ രാജ്യത്തിന്റെ ആവശ്യം, നിലമ്പൂരിന്റെ ആവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, പോത്തുകലിന്റെ ആവശ്യമെന്ന് ഞാൻ പറയുന്നില്ല, അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. മുത്തച്ഛിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ചതാണ് ഇതിന്റെ ചിന്ത. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായി കിടന്നിരുന്ന മലബാറിലെ വയനാടുമായി ചേർക്കുന്ന ഒരു റോഡിന് വേണ്ടി സർവേ നടത്തുന്നതിന് വേണ്ടി കേരള പിറവിക്ക് മുൻപേ 50,000 രൂപ സർവേക്ക് മാത്രമായി ജവഹർലാൽ നെഹ്റു മാറ്റിവെച്ചിരുന്നു. അവിടുന്ന് തുടങ്ങുന്നു മേപ്പാടി ചൂരൽമല റോഡിന്റെ തുടക്കം. അതിന് ഞാൻ പറഞ്ഞത് ദേശീയ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് 92 കാലഘട്ടത്തിൽ ഞങ്ങൾ ചുങ്കത്ര പഞ്ചായത്തിന് ഞാൻ മെമ്പറായിരിക്കുന്ന കാലത്ത് ഈ റോഡിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ഞങ്ങളൊരു സർവേ നടത്തി. 2 ചുരത്തിലും നിന്നുകൊണ്ട്, നാടുകാണി ചുരത്തിലും മാനന്തവാടി ചുരത്തിലും നിന്നുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന തൃശ്ശൂർ ഭാഗത്തേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ 1 മിനിറ്റിൽ 4 എണ്ണമാണ് അന്ന് 92. ആ വാഹനങ്ങൾക്ക് 60 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. ഹൈദരാബാദ് തൊട്ടുള്ള അല്ലെങ്കിൽ ആന്ധ്ര തൊട്ടുള്ള തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ശബരിമലയും അതുപോലെ തന്നെ കൊച്ചിൻ എയർപോർട്ടും കൊച്ചിൻ തുറമുഖവുമായി ഒക്കെ ബന്ധപ്പെടുന്നതിന് ഈ റോഡല്ലാതെ മറ്റു റോഡില്ല. കണ്ടെയ്നർ ഇന്ന് വരാൻ ബുദ്ധിമുട്ടുള്ള മേഖല. അപ്പോൾ ഒരു ബദൽ റോഡ് നിർബന്ധമാണ്. ഇത് 56 മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഇവിടെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെയൊക്കെ വിഷയം. നമ്മൾക്ക് ആദ്യം ഞാൻ പറഞ്ഞു, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അവസ്ഥ അതായിരുന്നു. ഗാന്ധിജി തന്റെ മേൽമുണ്ട് നദിക്കരയിൽ കുളിച്ചിരിക്കുന്ന സ്ത്രീക്ക് അവരുടെ നഗ്നത മറയ്ക്കാൻ തുണിയില്ലാതെ ഒരു തല ഉടുത്തും മറുതല കുത്തിപ്പിടിയുന്നതും കണ്ട ദയനീയമായ ആ ചിത്രത്തിൽ നിന്ന് തുടങ്ങുന്നു സ്വാതന്ത്ര്യ ആനന്തര ഇന്ത്യയുടെ തുടക്കം. അവിടെ ഓരോന്നോരോന്നായി നേടിയെടുക്കുമ്പോഴും വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നെഹ്റു ഇതിനു വേണ്ടിയുള്ള ചിന്ത തുടങ്ങുന്നു, അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്തുണ്ടായ 95 ഈ റോഡിനെ ഒരു സർവേ നടത്തുന്നതിന് 95 നമ്മളുടെ കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരത്ത് പാറശാല വരെയുള്ള നിലവിലുള്ള റോഡുകളെ കൂട്ടിച്ചേർത്തും ഒപ്പം പുതിയ കുറച്ച് റോഡുകൾ ഉണ്ടാക്കിയും വരുന്ന ഹിൽ ഹൈവേ പ്രഖ്യാപിക്കുകയും അതിനൊരു സർവേ നടത്തുവാൻ വേണ്ടി നാറ്റ്പാക് എന്ന് പറയുന്ന ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു. നാറ്റ്പാക് അതിന്റെ റിപ്പോർട്ട് 95 തന്നെ കൊടുത്തു. 95 കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഗം, ഈ മലയുടെ ഭാഗം ഇല്ലാതെയാണ് കൊടുക്കുന്നത്. കാരണം അവിടെ സർവേ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്തി കൊടുത്ത് അത് 99 വീണ്ടും 99 വീണ്ടും അത് നാറ്റ്പാക് അഡീഷണൽ ആയിട്ട് ഒരു സർവേ ലൈൻ ഇതിന്റെ പുറത്തുകൂടി കൊടുത്തു. ഫോറസ്റ്റിൽ കൂടി പെടാതെ ഒരെണ്ണം കൊടുത്തു. അങ്ങനെ കൊടുത്ത് അതിനെ അംഗീകരിച്ചു. ആ സമയത്താണ് 2011 നമ്മൾക്കിവിടെ 2 ചുരവും ഇടിഞ്ഞ് ബ്ലോക്കാണ്. ആ സമയത്ത് അന്ന് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ് കേരളത്തിൽ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവായ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി വകുപ്പ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ഒരു ബദൽ റോഡ് നിർദ്ദേശിക്കാൻ പറഞ്ഞു. ഒരു ബദൽ റോഡ് നിർദ്ദേശിക്കുമ്പോൾ അവിടെ 5 ബദൽ റോഡുകളാണ് വന്നത്. ആ 5 ബദൽ റോഡുകളിൽ ഏറ്റവും അനുയോജ്യം മേപ്പാടി ചൂരൽമല റോഡാണെന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് സെക്രട്ടറി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ഉത്തരവിന്റെ കോപ്പിയും എന്റെ ഫയലിലുണ്ട്, ഇപ്പോൾ തന്നെയാണ്. ആ മേപ്പാടി റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി 6 പതിറ്റാണ്ട് കാലം ഇവർ മാറി മാറി ഭരിച്ചല്ലോ. 10 വർഷം UPA ഭരിക്കുമ്പോൾ അതിലെ ആദ്യത്തെ 5 വർഷം ഇവരാണല്ലോ പിന്തുണ കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ പിന്തുണ കൊടുത്തത്. എന്തേ നടപ്പിലാക്കാഞ്ഞു? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോഴല്ലേ ഈ മേപ്പാടി ഹൈവേ എന്നുള്ള ഒരു പദ്ധതി തന്നെ ഈ ഉള്ള ആളുകൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം.
1983 മുൻപുള്ള 33 വർഷങ്ങളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടുള്ളത് 29,023 കിലോമീറ്റർ ഹൈവേയാണ്. അതിനുശേഷം 1980 ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 80 ശേഷം 98 വർഷത്തെ 1998 വരെ 18 വർഷങ്ങളിൽ 10,273 കിലോമീറ്ററാണ് ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം വാജ്പേയിയുടെ ഒരു 6 വർഷമുണ്ട്. ആ വർഷം എന്ന് പറയുമ്പോൾ 23,814 കിലോമീറ്റർ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഹൈവേയുടെ പകുതിയോളം ദൂരം വാജ്പേയി സർക്കാർ മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. പിന്നെ UPAയുടെ 2004 തൊട്ട് 2014 വരെയുള്ള 10 വർഷത്തിൽ 28,702 കിലോമീറ്റർ ഹൈവേ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാജ്പേയി ഭരിച്ച 6 വർഷം ഭരിച്ച ഹൈവേയേക്കാൾ വെറും 2,000 കിലോമീറ്റർ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതേസമയം നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചിട്ടുള്ള 4 വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. 4 വർഷത്തെ കണക്കിൽ 28,531 കിലോമീറ്റർ ഹൈവേ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 7 പതിറ്റാണ്ട് ഭരിച്ച ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിയുമ്പോൾ അതിൻ്റെ 1/3 അടൽ ബിഹാരി വാജ്പേയി അടക്കം ഉണ്ടാക്കിയിട്ടുള്ള ആ ഹൈവേയുടെ 1/3 നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് മാത്രം നടപ്പിലാക്കി. മലയോര ഹൈവേ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സദക് യോജന പ്രകാരം എത്രയെത്ര റോഡുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എത്രയെത്ര പദ്ധതികളാണ്. അപ്പോൾ അത്തരം പദ്ധതികൾ നടപ്പിലാകണമെങ്കിൽ, ഈ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ട്. അത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അവർ അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ഇലക്ഷനിൽ തുഷാർജിയെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി പൊതുജനം തയ്യാറായിട്ടുള്ളത്.